പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കേരളീയരുടെ ദേശീയ ഉത്സവമായ ഓണം കൊണ്ടാടുകയാണ്. നമ്മളെല്ലാവരും ഓണം ആഘോഷിക്കുന്നുണ്ട്. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പുരാണ കഥകളിലെ ഒരു ഐതിഹാസിക കഥാപാത്രമായിരുന്നു നമ്മുടെ മഹാബലി. അസുരനായിട്ടാണ് മഹാബലി ജനിച്ചത്. പിതാമഹനായിരുന്നു അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശകൻ. പിതാമഹന്റെ മാർഗനിർദ്ദേശനത്തിലൂടെ തന്നെയാണ് സിംഹാസനമൊക്കെ മഹാബലി കരസ്ഥമാക്കിയത്. മഹാബലി വളരെ കഴിവുള്ള ഒരു രാജാവായിരുന്നു. ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും പാതാളത്തിൻ്റെയും ചക്രവർത്തിയായിരിക്കാനാണ് മഹാബലി ആഗ്രഹിച്ചത്. അങ്ങനെ ദേവന്മാരോട് ഒരു യുദ്ധം നടത്തുകയും സ്വർഗം അവരിൽ നിന്ന് കൈക്കലാക്കുകയും ചെയ്തു. ഇന്ദ്രദേവൻ 3 ലോകങ്ങളുടെയും രാജാവായതുകൊണ്ട് മഹാബലി ഇന്ദ്രനെ തോൽപ്പിച്ചു. അങ്ങനെ 3 ലോകങ്ങളുടെയും അധിപനായി തീരുകയും ചെയ്തു. അങ്ങനെ 3 മണ്ഡലങ്ങളിലും ഭരണം നിലനിർത്താൻ വേണ്ടി ഒരു വലിയ യാഗം തന്നെ നടത്താനൊക്കെ മഹാബലി തീരുമാനിച്ചു. അതിനിടയിൽ സ്വർഗം നഷ്ടമായ ദേവന്മാർ മഹാവിഷ്ണുവിൽ അഭയം തേടി തങ്ങളുടെ സ്വർഗരാജ്യം തിരിച്ചു നൽകണമെന്ന് പ്രാർത്ഥനയോടെ അവർ അപേക്ഷിച്ചു. അങ്ങനെ വിഷ്ണു ഭഗവാൻ ഒരു ചെറിയ ബ്രാഹ്മണനായ ആൺകുട്ടിയുടെ രൂപത്തിൽ മഹാബലിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇതാണ് പറഞ്ഞു കേട്ടിട്ടുള്ള വാമന അവതാരം എന്ന് പറയുന്നത്. അങ്ങനെ വാമനൻ മഹാബലിയോട് 3 അടി ഭൂമി ആവശ്യപ്പെടുകയുണ്ടായി. ഉദാരമനസ്കനായതുകൊണ്ട് തന്നെ മഹാബലി മറ്റൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് തന്നെ അതിന് സമ്മതിക്കുകയും ചെയ്തു. ആ സമയത്ത് വിഷ്ണു ബൃഹത്തായ രൂപത്തിൽ അങ്ങ് വളർന്നു. അദ്ദേഹം ഒരു കാൽ ഭൂമിയിലും മറ്റേ കാല് ആകാശത്തും വെച്ചു എന്നാണ് പറയുന്നത്. ഇനി 3ാമത്തെ കാല് ഞാൻ എവിടെ വെക്കണമെന്ന് മഹാബലിയോട് ചോദിച്ചു അത്രേ. ഭക്തനായ മഹാബലി തല കുമ്പിട്ട് നിന്നു. വിഷ്ണു ബാലിയുടെ തലയിൽ തൻ്റെ കാലുകൾ വെച്ചു. തൽഫലമായി തന്നെ രാജാവായ മഹാബലി പാതാളത്തിലേക്ക് തള്ളപ്പെട്ടു. പാതാളത്തിലേക്ക് തള്ളപ്പെടുന്ന സമയത്ത് വിഷ്ണു ഭഗവാനോട് മഹാബലി അവസാനത്തെ ഒരു വരം ചോദിച്ചു. തൻ്റെ പ്രജകൾ സന്തോഷവും സമാധാനവും സമൃദ്ധിയുമൊക്കെയായി ജീവിക്കുന്നു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി വർഷത്തിൽ ഒരിക്കൽ എനിക്ക് കേരളം സന്ദർശിക്കാൻ അനുമതി നൽകണമെന്നാണ് അദ്ദേഹം വിഷ്ണു ഭഗവാനോട് ആവശ്യപ്പെട്ടത്. ഇത് ഭഗവാൻ സമ്മതിക്കുകയും ചെയ്തു. ഇങ്ങനെ മഹാബലി തൻ്റെ പ്രജകളെ സന്ദർശിക്കാൻ വരുന്ന കാലമാണ് ഓണം. ഇതാണ് അസുര രാജാവായ മഹാബലിയും കൂടാതെ നമ്മളൊരു പ്രധാന ഉത്സവം തന്നെയായി ആഘോഷിക്കുന്ന ഓണവും തമ്മിലുള്ള ബന്ധത്തിന് പിന്നിലെ വലിയ കഥയും. അങ്ങനെ ഞങ്ങളുടെ ഗാർഡനിലെ പൂക്കളൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ മഹാബലി തമ്പുരാൻ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാൻ വരുമ്പോൾ ഞങ്ങളും അദ്ദേഹത്തിന് നല്ലൊരു പൂക്കളവും സദ്യയും ഒക്കെ തയ്യാറാക്കുന്നുണ്ട്. പൂക്കളം ഒരുക്കാൻ ഈ ഭാഗത്തെ മുറ്റമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. പൂക്കൾ പറിക്കാനൊക്കെ കുട്ടികൾ വളരെ ആവേശത്തോടെ തന്നെ റെഡിയായി കഴിഞ്ഞു. അങ്ങനെ പൂക്കളൊക്കെ പറിച്ച് മുറ്റമൊക്കെ ക്ലീൻ ചെയ്ത് ഞങ്ങൾ പൂക്കളം ഇടാൻ റെഡിയാവുകയാണ്. ആദ്യമായി മധ്യഭാഗത്ത് ഒരല്പം പൂക്കൾ ഇതുപോലെ വിതറി. നമ്മുടെ ഗാർഡനിൽ നിന്നുള്ള പൂക്കൾ വെച്ചാണ് നമ്മൾ പുറത്ത് നിന്ന് പൂക്കളൊന്നും വാങ്ങാതെ ചെറിയതായ രീതിയിലാണ് നമ്മൾ പൂക്കളം തയ്യാറാക്കുന്നത്. പൂക്കളുടെ ചുറ്റും ഗ്രീൻ കളർ കൊണ്ടുവരാനായി പച്ചിലകൾ അരിഞ്ഞ് ഒരു റൗണ്ട് തയ്യാറാക്കുന്നുണ്ട്. വലിയ വലിയ പൂക്കളം കണ്ട നിങ്ങൾക്ക് എൻ്റെ പൂക്കളം ഒരു ഭംഗി തോന്നണമെന്നില്ല. എന്നാലും മഹാബലി തമ്പുരാൻ വളരെ ഹാപ്പി ആയിരിക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഞങ്ങളുടെ പൂക്കളം റെഡി ആയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഓണത്തിന് പൂക്കൾ ഇടുന്നത്. എൻ്റെ കുഞ്ഞിലൊക്കെ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ ഇതുപോലെ പൂക്കളം ഇടുന്ന സമയത്ത് നമ്മൾ വേലിക്കരികിലൊക്കെ പോയി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഇപ്പോൾ അതെനിക്ക് സാധിച്ചെടുക്കാൻ പറ്റിയ സന്തോഷത്തിലാണ് ഞാൻ. ഇനി ഓണസദ്യയുടെ തിരക്കിലേക്ക് പോകാം. ആദ്യം തയ്യാറാക്കുന്നത് ബീട്രൂട്ട് അച്ചാറാണ്. അതിന് ബീട്രൂട്ട് നല്ല ചെറുതായി കട്ട് ചെയ്ത് ബോട്ടിലിൽ നിറച്ചതിന് ശേഷം ഒരല്പം വിനാഗിരി ഒഴിച്ച് ഉപ്പും പച്ചമുളകും ചേർത്ത് നന്നായി അടച്ചു വെക്കുക.
ഇനി തയ്യാറാക്കിയിട്ടുള്ളത് സാമ്പാറാണ്. സാമ്പാറെല്ലാം എല്ലാവർക്കും വെക്കാൻ അറിയുന്നത് കൊണ്ട് തന്നെ ഞാനിവിടെ അതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സാമ്പാറിന് ശേഷം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പുളിയിഞ്ചിയാണ്. അതിനായി പറമ്പിൽ നിന്നും ഇഞ്ചി പറിച്ച് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായി മൂക്കുന്നത് വരെ വഴറ്റാം. ശേഷം ഉപ്പും ശർക്കരയും ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം മുളകുപൊടിയും ഇട്ട് നന്നായി കുറുകിയതിന് ശേഷം ഒരല്പം അരിപ്പൊടിയും കുരുമുളക് പൊടിയും ഏലക്കായും ഒക്കെ ചേർത്ത് നന്നായി ഇതുപോലെ കുറുക്കിയെടുക്കുക. ഇതിൻ്റെ റെസിപ്പിയും വേണമെന്നുള്ളവർക്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നുണ്ട്. ഓണസദ്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് പുളിയിഞ്ചി. നന്നായി കുറുകിയ ശേഷം നന്നായി തണുത്ത് വന്നതിന് ശേഷം നമുക്ക് നല്ല ബോട്ടിലുകളിലാക്കി സൂക്ഷിക്കാം. അങ്ങനെ പുളിയിഞ്ചിയും ബോട്ടിലാക്കി നന്നായി അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി പായസം റെഡിയാക്കിയിട്ടുണ്ട്. ചെറുപയർ പായസമാണ് റെഡിയാക്കിയിട്ടുള്ളത്. അതിലേക്ക് തേങ്ങാക്കൊത്തും മുന്തിരിയും കൂടെ വറുത്ത് ഒഴിച്ചിട്ടുണ്ട്. പായസമാണല്ലോ ഓണത്തിൻ്റെ ഒരു പ്രധാന വിഭവം. എന്തായാലും പായസം നല്ല ടേസ്റ്റോടെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഏകദേശം എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയിൽ ഊണ് വിളമ്പാം. ചോറൊക്കെ വിളമ്പിയതിന് ശേഷം നമുക്കതിലേക്ക് സാമ്പാർ ഒഴിച്ചു കൊടുക്കാം. സെയിൻ ഇല വിരിച്ചതോടെ വളരെ സന്തോഷത്തോടെ തന്നെ കാത്തിരിക്കുന്നുണ്ട്. ചോറും സാമ്പാറും കഴിഞ്ഞ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് വെണ്ടക്ക ഉപ്പേരിയാണ്. അതിനുശേഷം പുളിയിഞ്ചി ഇട്ടിട്ടുണ്ട്, ബീട്രൂട്ട് അച്ചാറ്, പപ്പടം. ഇത്രയൊക്കെ മതി ലളിതമായ ഒരു ഓണസദ്യ. ഈ ഒരു കൊറോണ കാലത്ത് നമുക്ക് ഈ ലളിതമായ രീതിയിലുള്ള ഓണവും ആഘോഷിക്കാൻ കഴിഞ്ഞു. എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു ഓണാശംസ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും അതോടൊപ്പം തന്നെ ഓണാശംസയും അറിയിച്ചു കൊള്ളുന്നു.